ഹലോ ഗൈസ്, ഇതെൻ്റെ ചേട്ടൻ്റെ ബർത്ത്ഡേ വ്ളോഗാണ്. ഞാൻ എന്തെങ്കിലും ഗിഫ്റ്റൊക്കെ കൊടുക്കുമെന്ന് ചേട്ടൻ അറിയാം. അതുകൊണ്ട് ബർത്ത്ഡേയുടെ തലേന്ന് എന്നെ ഓഫീസിൽ നിന്ന് പിക്ക് ചെയ്യാനായിട്ട് ചേട്ടൻ നേരത്തെ വന്നു. അങ്ങനെ നീ എവിടെ നിന്നൊക്കെ വിളിച്ച് ചോദിച്ചപ്പോൾ ഞാൻ കടയുടെ പേരൊക്കെ പറഞ്ഞു കൊടുത്തു. അങ്ങനെ കടയൊക്കെ കണ്ടുപിടിച്ച് ചേട്ടൻ വന്നു എന്നെ പിക്ക് ചെയ്യാനായിട്ട്. അങ്ങനെ ഞാൻ എൻ്റെ സർപ്രൈസ് പൊളിഞ്ഞു എന്ന രീതിയിലാണ് ഞാൻ നടന്നു വരുന്നത്. സാരമില്ല, കേക്കിൻ്റെ സർപ്രൈസ് മാത്രമേ പൊളിഞ്ഞുള്ളൂ. ബാക്കി നമ്മുടെ കയ്യിൽ പ്ലാൻ ബി ഉണ്ട്. അങ്ങനെ ഞങ്ങൾ കേക്കൊക്കെ വാങ്ങിയിട്ട് വീട്ടിലോട്ട് പോവാണ്. കേക്കും ഹാറ്റൊക്കെ വാങ്ങി ഫുഡൊക്കെ കഴിച്ചിട്ട് ചേട്ടൻ നേരത്തെ ഉറങ്ങി. എനിക്കാണെങ്കിൽ അന്നത്തെ ദിവസം ഉറക്കമേ വന്നില്ല. എന്ത് ചെയ്യണം, എങ്ങനെ ചേട്ടൻ സർപ്രൈസ് ചെയ്യാന്നുള്ള ആലോചനയിലായിരുന്നു ഞാൻ ഈ മീഷോന്ന് കുറച്ച് നമ്മുടെ ഫോട്ടോസിൻ്റെ പോളറൈറ്റ്സ് ഉണ്ടല്ലോ, അതൊക്കെ ചെയ്ത് വെച്ചിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മറ്റേ ലൈറ്റൊക്കെ കാര്യങ്ങൾ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് സെറ്റ് ചെയ്യണം, അതിൻ്റെ തിരക്കിലായിരുന്നു ഞാൻ. അങ്ങനെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ചേട്ടനെ ഉണർത്താതെ മാക്സിമം ഞാൻ സെറ്റ് ചെയ്തു. കേക്ക് വാങ്ങിയത് മാത്രമേ ചേട്ടന് അറിയാവൂ. അപ്പോൾ ആ ഒരു സർപ്രൈസ് എൻ്റെ കയ്യിൽ നിന്ന് പൊളിഞ്ഞതുകൊണ്ട് ബാക്കിയൊക്കെ നമുക്ക് പൊളിയായിട്ട് ചെയ്യണ്ടേ. അങ്ങനെ തൊപ്പിയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് രാത്രി ഉറക്കത്തിൽ. വീഡിയോയുടെ അവസാനം ഞാൻ കാണിച്ചു തരാം ഞാൻ സെറ്റ് ചെയ്ത ബാക്ക്ഗ്രൗണ്ടും പോളറൈറ്റ്സിൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ. ശരിക്കും എൻ്റെ പ്ലാൻ എന്ന് പറയുന്നത് ഈ ഫോട്ടോ ഒക്കെ ചേട്ടൻ കാണുമ്പോൾ ചേട്ടൻ്റെ എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ വാം ലൈറ്റിൽ നമ്മുടെ എല്ലാ ട്രിപ്പിൻ്റെയും ഫോട്ടോസൊക്കെ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിരുന്നത്. അപ്പോൾ അതിങ്ങനെ കാണുമ്പോൾ ചേട്ടൻ്റെ എക്സ്പ്രഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. അങ്ങനെ 12 മണിയായി. ഹാപ്പി ബർത്ത്ഡേ വാവേ. ശരിക്കും ചേട്ടനെ വിഷ് ചെയ്യുന്ന വീഡിയോ എനിക്ക് ഷൂട്ടാക്കാനായിട്ട് പറ്റിയില്ല. ചേട്ടൻ നല്ല ഉറക്കമായിരുന്നു. വിഷ് ചെയ്തിട്ട് നല്ലപോലെ പെട്ടെന്നങ്ങ് ഉറങ്ങിയ ചേട്ടൻ. ഒരു 2-2:30 ആയപ്പോൾ ചേട്ടൻ എണീറ്റു. അപ്പോഴാണ് ആ ഹാപ്പി ഫേസ് ഞാൻ കണ്ടത്. ശരിക്കും അപ്പോഴാണ് ചേട്ടൻ ആ ഫോട്ടോസും കാര്യങ്ങളൊക്കെ നേരെ കണ്ടത്. എൻ്റെ ഒരു കുഞ്ഞു സമ്മാനമായിരുന്നെങ്കിലും ചേട്ടൻ അത് കണ്ടപ്പോൾ ചേട്ടൻ്റെ മനസ്സിലുണ്ടായ സന്തോഷവും കാര്യങ്ങളും എന്നെ ഒരുപാട് ഹാപ്പിയാക്കി. മാക്സിമം എല്ലാ ഫോട്ടോസും ഞാൻ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. താങ്ക് യു ഫോർ ബീയിങ് ദ റീസൺ ഓഫ് മൈ സ്മൈൽ. ഐ ലവ് യു സോ മച്ച്. മേ ഗോഡ് ബ്ലെസ് യു ഫോർ എവർ ആൻഡ് ഓൾവേസ്. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഞാൻ ചേട്ടന് കൊടുത്ത ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ. ഈ പേഴ്സും ഈ ഫോട്ടോ ഫ്രെയിംസും പിന്നെ ഒരു കുട്ടി കാറും. അപ്പോൾ ശരി, ടാറ്റാ.